തട്ടേക്കാട് മുതൽ നേരിമംഗലം ഫാം വരെയുള്ള മേഖലയിൽ പുഴയോരത്തുകൂടി ഫെൻസിംഗ് തീർത്തു നൽകുമെന്ന് വനം വകുപ്പ്. തടസ്സമായി നിൽക്കുന്ന മരങ്ങളും മുറിച്ചു നിൽക്കും. വിഷപ്പാമ്പുകളിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സർപ്പ എന്ന പേരിൽ സ്ക്വാഡ് രൂപീകരിക്കുമെന്നും വനം വകുപ്പ് ഉറപ്പു നൽകിയതായി കീരമ്പാറ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കാട്ടാനശല്യം രൂക്ഷമായ കീരമ്പാറ പഞ്ചായത്തിൽ വന്യജീവി ആക്രമണം ചെറുക്കാൻ ആവശ്യമായ നടപടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വനം വകുപ്പ്, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അധികൃതരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന ചർച്ചയിലാണ് തട്ടേക്കാട് മുതൽ നേരിമംഗലം ഫാം വരെയുള്ള ഭാഗത്ത് വൈദ്യുത ഫെൻസിംഗ് നിർമ്മിച്ചു നൽകുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചത്. ഇതോടെ പുഴ കടന്ന് കാട്ടാനകൾ എത്തുന്നത് ഫലപ്രദമായി തടയാൻ സാധിക്കും. ഫെൻസിംഗുകൾക്ക് സമീപത്തായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കും. നിലവിൽ പൊതുജനങ്ങളുടെ ശ്രമഫലമായി ഇഞ്ചത്തൊട്ടി മേഖലയിൽ വൈദ്യുത ഫെൻസിംഗ് നിർമ്മിച്ചിരുന്നു. ഇതുകൂടിയാകുമ്പോൾ ഇരട്ട ഫെൻസിംഗിന്റെ ഫലം ചെയ്യും. ഇതേക്കുറിച്ച് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി ഇങ്ങനെ വ്യക്തമാക്കുന്നു. ഫെൻസിംഗ് നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളെ പൊതുജന പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം വരെ, അതായത് ചാരുപാറയിൽ നിന്ന് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം വരെ ഇപ്പോൾ പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഫെൻസിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോൾ നമുക്ക് തട്ടേക്കാട് വരെ നിർത്തിയിരുന്ന ഫെൻസിംഗ് ഇപ്പോൾ നേരിമംഗലം ഫാം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. വനാതിർത്തികളിൽ വിഷപ്പാമ്പുകളുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യമാണുള്ളത്. ഇതിനെ പ്രതിരോധിക്കാൻ സർപ്പ എന്ന പേരിൽ സ്ക്വാഡ് രൂപീകരിക്കും. ഒരു വാർഡിൽ 2 പേരെ വീതം നിയോഗിക്കും. ഇവർക്കുള്ള പരിശീലനവും വനം വകുപ്പ് തന്നെ നൽകും. കേരളത്തിൽ വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ പാമ്പുകടിയുമായിട്ടുള്ള മരണവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഓരോ വാർഡിലും 2 പേരടങ്ങുന്ന ഒരു ടീം സർപ്പ വോളണ്ടിയർമാരെ നമ്മൾ തിരഞ്ഞെടുത്തതിന് ശേഷം അവർക്ക് വേണ്ട പരിശീലനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നൽകുന്നതാണ്. അവർക്ക് വേണ്ട ഇൻഷുറൻസ് പരീക്ഷ ഉൾപ്പെടെ എല്ലാം നമ്മൾ അത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ ആരംഭിക്കുന്നതാണ്. RRTയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തും. ഇതിനായി ആവശ്യമായ സാധന സാമഗ്രികൾ ലഭ്യമാക്കും. വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് MLA ഫണ്ട് അനുവദിച്ചു കിട്ടുന്നതിന് ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും റീന ജോഷി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.